വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ മരിച്ച അഫ്സാന്റെ പൊതുദർശനം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. സംസ്കാരം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്ന ജുമാ മസ്ജിദിലേക്ക് പോകുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അഫ്ഫാന്റെ തന്നെ മുത്തശ്ശി, അച്ഛൻ്റെ അമ്മ, ഒപ്പം തന്നെ അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യ എന്നിവരുടെ പൊതുദർശനവും പുരോഗമിക്കുന്നുണ്ട്. അല്പം മുമ്പാണ് അഫ്ഫാന്റെ പെൺ സുഹൃത്തായിരുന്ന ഫർസാനയുടെ മൃതദേഹം അല്പം മുമ്പ് സംസ്കരിക്കുകയും ചെയ്തിരുന്നു. പൊതുദർശനത്തിന് ശേഷം സംസ്കരിക്കുകയും ചെയ്തിരുന്നു. അഫ്ഫാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ 4 പേരുടെ പൊതുദർശനം, സംസ്കാരം, അതിൻ്റെ നടപടികൾ പുരോഗമിക്കുമ്പോൾ ആ നാടിൻ്റെ ഒന്നാകെ വേദനയായി അഫ്സാൻ മാറുന്ന കാഴ്ചയാണ് നമ്മൾ അല്പം മുമ്പ് കാണുകയും ചെയ്തത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. അഫ്ഫാനാകട്ടെ അഫ്സാനുമായി ഏറെ സ്നേഹത്തിലായിരുന്നു, കരുതലിലായിരുന്നു, ഒരു മകനെ പോലെ കണ്ടിരുന്നു എന്നൊക്കെയാണ് നാട്ടുകാരും അയൽവാസികളും ഒക്കെ പറയുകയും ചെയ്യുന്നത്. അങ്ങനെയൊരു അനുജനെ അതിക്രൂരമായി കൊലപ്പെടുന്നതിലേക്ക് അഫ്ഫാൻ മാറിയതിൻ്റെ കാരണം എന്താണ് എന്നതിലൊക്കെയും ഇനി വ്യക്തതയും മറുപടിയുമൊക്കെ ലഭിക്കേണ്ടിയിരിക്കുന്നു. വിജിൻ, കാരണങ്ങളും കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ ഒരുപാട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരണം വരുത്തേണ്ടത് അന്വേഷണ സംഘമാണ്. പക്ഷേ എങ്കിൽ പോലും വിജിൻ, ഈ പറഞ്ഞു കേൾക്കുന്ന പല കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെടുന്നവയല്ല എന്നുള്ളതാണ്. സാമ്പത്തിക ബാധ്യതയായിക്കോട്ടെ, അല്ലെങ്കിൽ പെൺസുഹൃത്തുമായി ഉണ്ടായിരുന്ന ബന്ധം വീട്ടിലുണ്ടാക്കിയ പ്രശ്നമായിക്കോട്ടെ, അങ്ങനെ എന്തു തന്നെയായാലും ഈ കൊലപാതക പരമ്പര, ഇതിൽ അഫ്ഫാൻ കൊലപാതകത്തിന് ഇരയാക്കിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും നിലവിൽ അഫ്ഫാൻ പറയുന്ന കഥകളുമായി അല്ലെങ്കിൽ ആ കാരണങ്ങളുമായി എല്ലാ നിലയിലും ബന്ധപ്പെടുന്നവരല്ല. അതിലേറ്റവും പ്രധാനം ഈ അഫ്സാൻ എന്ന 13 വയസ്സുകാരൻ കൂടിയാണ്. കാമുകി ഒറ്റയ്ക്കാകുമെന്ന് കരുതി അവളെയും കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് സാമാന്യ നിലയിൽ വിശ്വസിക്കാനാകുന്ന തരത്തിലുള്ള ന്യായീകരണങ്ങളാണോ വിജിൻ? തീർച്ചയായും അങ്ങനെയല്ല. ഈ നേരത്തെ മെഡിക്കൽ കോളേജിലിരുന്ന് അഫ്ഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് അമ്മയ്ക്കും ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അമ്മയ്ക്കും ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ത് എന്നുള്ളത് അപ്പോഴും അഫ്ഫാൻ കൃത്യമായി അതിന് ഉത്തരം നൽകുന്നില്ല. കാരണം അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് അത് ഒരു റൂമിലേക്ക് തള്ളിവിട്ട് ആ റൂം അടച്ചിട്ടാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്താനായി അഫ്ഫാൻ പോയത്. ആ പോക്കിലാണ് ഈ ഹാമർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കരുതിയത്. അങ്ങനെ കൊല നടത്തണം എന്ന് തീർച്ചപ്പെടുത്തി തന്നെയാണ് അഫ്ഫാൻ ഓരോ വീട്ടിലേക്കും പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ കുറച്ചൊരു പിടിവലിയൊക്കെ നടത്താൻ ശേഷിയുണ്ടായിരുന്ന ആൾ അത് അബ്ദുൽ ലത്തീഫ് ആയിരുന്നു. ആ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലാണ് അങ്ങനെയൊരു ബലപ്രയോഗം നടന്നതിൻ്റെ ഒരു സാഹചര്യം ഒക്കെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അവിടുത്തെ ഒരു അലമാരയിൽ മോഷണം നടത്താനോ പണം എടുക്കാനോ ഒക്കെയായി അങ്ങനെയൊരു മോഷണ ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് ആ ഘട്ടത്തിൽ നൽകിയ വിവരം അടിസ്ഥാനത്തിൽ വെച്ച് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. എന്തായാലും DYSP ഉൾപ്പെടെയുള്ളവർ അങ്ങനെയൊരു മോഷണ ശ്രമത്തിലുള്ള ശ്രമം നടന്നിട്ടുള്ളതായുള്ള സംശയം കൂടി അറിയിച്ചിരുന്നു. എന്തായാലും നിലവിൽ മറ്റെവിടുന്നും ശരീരത്തിലുള്ള ആഭരണങ്ങളോ അങ്ങനെയൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. കാരണം ഇവരുടെയൊക്കെ ശരീരത്തിലുള്ള ഏതെങ്കിലും സ്വർണ്ണാഭരണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാകാം എന്നൊക്കെ കരുതാമായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. പക്ഷേ ഈ അമ്മൂമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ നേരത്തെയും സ്വർണം അഫ്ഫാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്, അവരുടെ ബന്ധുക്കൾ ഒക്കെ പറയുന്നത്. നേരത്തെ ഒരു സ്വർണ്ണമോതിരമൊക്കെ വാങ്ങി പണയത്തിൽ വെച്ചിരുന്നു. ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനായിരുന്നു ഈ ഇടപാടൊക്കെ നടത്തിയിരുന്നത്. പിന്നീട് വീണ്ടും ഒരു 3.5 പവനോളം വരുന്ന മാല ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുന്നത്. അത് ബന്ധുക്കളാണ് പറഞ്ഞത്. ആ മാല പക്ഷേ കഴിഞ്ഞ ആഴ്ച ആ മാല വേണമെന്ന് ആവശ്യപ്പെടുകയും ഈ ആഴ്ച വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ച് ഇന്നലെ അവിടെ പോയപ്പോൾ അവിടെ മാല കണ്ടില്ല എന്ന് അതൊരു ബന്ധുവിന് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ബന്ധുക്കൾ നൽകുന്ന സൂചനകളും വിവരങ്ങളും മാത്രമാണ്. അത് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഉമ്മുമ്മക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ലത്തീഫിനെ ഏൽപ്പിച്ചിട്ടുണ്ടാകാം എന്ന സംശയത്തിലാണ് ലത്തീഫിൻ്റെ വീട്ടിലേക്ക് ഒരുപക്ഷെ ഈ അഫ്ഫാൻ എത്തിയതും അവിടെ നിന്ന് ആ മാല ആവശ്യപ്പെടുകയും തുടർന്ന് നടന്ന കയ്യാങ്കളിക്ക് ശേഷം ഇയാൾ കൊലപ്പെടുത്തുകയും ഒക്കെ ആയിരിക്കാനുള്ള സാധ്യത ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു സാധ്യതയായി പറയുന്നത് നിലവിൽ ഈ അഫ്ഫാനും അഫ്സാനയും തമ്മിലുള്ള പ്രണയമുണ്ടായിരുന്നു. അത് വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതായിരുന്നു. അങ്ങനെ അതിലുണ്ടായിരുന്ന ദേഷ്യമാണ് ഈ ലത്തീഫ് ഈ മരണത്തിന് തൊട്ട് മുമ്പ്, കൊലപാതകത്തിന് തൊട്ട് മുമ്പ് അഫ്ഫാൻ്റെ വീട്ടിലെത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പോലീസ് DYSP നേരത്തെ സ്ഥിരീകരിച്ചെങ്കിലും IG അക്കാര്യത്തിൽ ഉള്ള കൃത്യമായ മറുപടി നൽകിയില്ല. അങ്ങനെ ലത്തീഫ് അവിടെ എത്തി ഈ വിഷയത്തിൽ ഒരു സംസാരമുണ്ടാവുകയും അതിനെ തുടർന്നുള്ള പ്രകോപനത്തിൽ ആണ് കൊലയിലേക്ക് കടന്നത് എന്നൊക്കെയാണ് ചില സൂചനകൾ ഒക്കെ പറയുന്നത്. പക്ഷേ
പക്ഷേ ഇതിലൊന്നും വ്യക്തതയില്ല. ഇതിനൊന്നും ഒരു സാധൂകരിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാരണങ്ങൾ ആയി ഒന്നും കാണാനും കഴിയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊരു പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത്രയും ചെറിയ ഒരു അഫ്സാൻ എന്ന പ്രിയപ്പെട്ട അനിയനെ കൊലപ്പെടുത്തേണ്ട കാര്യം എന്താണ്? പ്രിയപ്പെട്ട ഉമ്മയെ ഇങ്ങനെ കൊലപ്പെടുത്തിയതിന് സമാനമായി മൃതപ്രായയാക്കി മാറ്റേണ്ട കാര്യം എന്താണ്? ഒപ്പം തന്നെ ഈ ലത്തീഫിൻ്റെ കുടുംബത്തിലെത്തി ഇവർ രണ്ടുപേരെയും ഇത്ര നിഷ്ഠൂരമായി കൊലപ്പെടുത്തേണ്ട കാര്യം എന്താണ്? അങ്ങനെയുള്ളതൊന്നും ഈ സാമാന്യമായ ഒരു മനുഷ്യ മനസ്സിൻ്റെ ഒരു സംശയങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളായി തന്നെ മാറുകയാണ്. അതുകൊണ്ടാണ് ഈ കേസിൽ ദുരൂഹത ഇപ്പോഴും തുടരുന്നത്. അത് നീക്കണം, അത് നീങ്ങാനുള്ള കാത്തിരിപ്പിൽ മുഴുവൻ ആളുകളും നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആഫാൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചെറിയൊരു വിഷയത്തിലെ പ്രകോപനത്തിൽപ്പെട്ട് ഒരു ഇത്രയും വലിയൊരു കൊലപാതകം നടത്തിയതാണോ എന്നൊക്കെയുള്ള സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ആ ദുരൂഹതയാണ് ഇനി നീങ്ങാനുള്ളത്. എന്തായാലും നാടിൻ നടുക്കിയ നിഷ്ഠൂരമായ 5 കൊലപാതകങ്ങൾ ആണുണ്ടായിട്ടുള്ളത്. ആ 5 കൊലപാതകത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകളിലേക്കാണ് കടക്കുന്നത്. നേരത്തെ അഫ്സാനയുടെ സംസ്കാര ചടങ്ങുകൾ ചിറയൻകീഴ് പള്ളി ശ്മശാനത്തിൽ നടക്കുകയും ചെയ്തു. അസിത. ശരി വിജയൻ, ഇപ്പോൾ അഫ്സാന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മറ്റ് എല്ലാവരുടെയും മൃതദേഹം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അഫ്സാന്റെ പിതൃ സഹോദരൻ ലത്തീഫിൻ്റെ മാതാവ് സൽമ ബീവി, ഭാര്യ സാജിദ ബീഗം എന്നിവരുടെ മൃതദേഹം ഇതിനോടകം തന്നെ താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അഫ്സാന്റെ മൃതദേഹവും അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തിക്കും. അതിനുശേഷം 6 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് പോകുകയും ചെയ്യുക. കൊലയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് അവ്യക്തത ഇനിയുമുണ്ട്. അഫാന്റെ മൊഴി പോലീസ് പൂർണ്ണമായും ഇതിനകം തന്നെ വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവിശ്വസനീയമായ തരത്തിൽ അല്ലെങ്കിൽ പരസ്പരം ബന്ധമില്ലാത്ത തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അഫാൻ പോലീസിന് മൊഴിയായി നൽകിയിട്ടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ ആസൂത്രിതമായി ഇത്തരത്തിൽ കൊലപാതക പരമ്പര തന്നെ നടത്തുന്നതിലേക്ക് ഒരു 23 വയസ്സുകാരൻ എങ്ങനെ മാറി എന്നുള്ളതാണ്. ആദ്യം മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. മരിച്ചുവെന്ന് കരുതിയാണ് ആ വീട്ടിലെ ഒരു റൂമിനുള്ളിൽ പൂട്ടിയിട്ട ശേഷം അഫാൻ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് 6 മണിക്കൂർ സമയം കൊണ്ട് 25 കിലോമീറ്റർ സഞ്ചരിച്ച് കൊലപാതക പരമ്പര തന്നെ നടത്തുന്നു. 5 പേർ അഫാന്റെ ക്രൂരതയ്ക്ക് ഇരയാകുന്നു. അതിൽ സ്വന്തം അനുജനുണ്ട്, 13 വയസ്സ് മാത്രമുള്ള അനുജനുണ്ട്, പിതാവിൻ്റെ മാതാവുണ്ട്, ഒപ്പം തന്നെ പിതാവിൻ്റെ സഹോദരനുണ്ട്, സഹോദരൻ്റെ ഭാര്യയുണ്ട്, ജീവനായി കരുതിയിരുന്ന പ്രണയിനിയുണ്ട്. താൻ മരിച്ചാൽ ഒറ്റയ്ക്കാകുമെന്ന് പലതവണയും ആ കുട്ടി പറഞ്ഞിട്ടുണ്ടെന്നും അതിൻ്റെ വേദനയിൽ ഒറ്റയ്ക്കാകാതിരിക്കാനും വേണ്ടിയാണ് ആ കുട്ടിയെ, ആ ഫർസാനെ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ അഫാൻ പറയുമ്പോൾ, ജീവന് തുല്യം സ്നേഹിച്ച ഒരാളെ, ജീവിതത്തിൽ കൂടെ കൂട്ടാൻ കരുതിയിരുന്ന ഒരാളെ അതിക്രൂരമായി എങ്ങനെ കൊലപ്പെടുത്താനാകും? അവരുടെ ജീവൻ കൺമുന്നിൽ പിടഞ്ഞു വീഴുന്നത് എങ്ങനെ കണ്ടാസ്വദിച്ച് നിൽക്കാനാകും എന്ന ചോദ്യമൊക്കെ അപ്പോഴും ബാക്കിയാണ്. അത് സാധാരണ നിലയിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ഇത്തരം അതിക്രൂരമായ നടപടികളിലേക്ക് അഫാനെ നയിച്ചത് എന്താണ് എന്നുള്ളതാണ് ബാക്കി നിൽക്കുന്ന ചോദ്യം. കൊല്ലപ്പെട്ട 5 പേരുടെയും ശരീരത്തിൽ അതിക്രൂരമായ ആക്രമണത്തിൻ്റെ പാടുകളുണ്ട്. പലരുടെയും തലയോട്ടിക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. ചുറ്റിക കൊണ്ട് അടിച്ചു പലതവണ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്രമാത്രം ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്കാണ് പോയിട്ടുള്ളത് അഫാൻ എന്നുള്ളതാണ്. പാങ്ങോട് ജുമാ മസ്ജിദിൽ ഇപ്പോൾ എല്ലാവരുടെയും പൊതുദർശനം പുരോഗമിക്കുകയാണ്. അഫ്സാന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിക്കും. നിലവിൽ അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫിൻ്റെ ഭാര്യയുടെയും മാതാവിൻ്റെയും മൃതദേഹം അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ പൊതുദർശനം പുരോഗമിക്കുന്നു. നിരവധി ആളുകളെ പൊതുദർശന വേദിയിൽ നമുക്ക് കാണാം. ഇപ്പോൾ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം അവിടെയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകളെ പൊതുദർശനത്തിൻ്റെ ഇടയിൽ, പൊതുദർശന വേദിയിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പേരാണ് അവർക്ക് അവസാനമായി യാത്രയയപ്പ് നൽകാനായി താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിലേക്ക് എത്തുകയും ചെയ്യുന്നത്. നാടിൻ്റെ തന്നെ വേദനയായി, കേരളത്തിൻ്റെ തന്നെ വേദനയായി ഇന്നലെ മുതൽ ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. 5 പേരുടെ മരണമാണ്, 5 പേരുടെ അതിക്രൂരമായ കൊലപാതകമാണ് അഫാൻ എന്ന 23 വയസ്സുകാരൻ ഉറപ്പാക്കിയത്.
6 പേരെ കൊന്നു എന്നുള്ളതാണ് പോലീസിന് ഏറ്റവും ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി അഫാൻ പറഞ്ഞതെങ്കിൽ മാതാവിൻ്റെ കൊലപ്പെടുത്തി മാതാവിൻ്റെ മരണം ഉറപ്പിച്ച ശേഷമാണ് അഫാൻ അവിടെ നിന്ന് പോയതെങ്കിൽ പോലും പക്ഷേ അവർ ആ സമയത്തും ജീവന് വേണ്ടി ജീവനോട് മല്ലടിക്കുകയായിരുന്നു. അവസാനം ഇപ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ആ നിലയിലുള്ള ചികിത്സ അവിടെ നൽകി വരികയും ചെയ്യുന്നു. ഈ 5 കൊലപാതകങ്ങളും നടത്തിയ ശേഷം വീട്ടിലെത്തി കുളിച്ച് വസ്ത്രം മാറിയാണ് പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പോലീസിനോട് ഈ ക്രൂര കൊലപാതകത്തിൻ്റെ കാരണങ്ങളും അത് ചെയ്ത രീതിയുമൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അതിക്രൂരമായ തരത്തിൽ 6 മണിക്കൂറിനകം 25 കിലോമീറ്റർ സഞ്ചരിച്ച് 6 കൊലപാതകങ്ങൾ, അതിൽ 5 പേർ മരിക്കുന്നു. 6 കൊലപാതകങ്ങൾ എന്നുള്ളതായിരുന്നു അഫാൻ്റെ പദ്ധതി. പക്ഷേ ഒരാൾ ഭാഗ്യം കൊണ്ട് ജീവൻ അവശേഷിച്ചു. 5 പേർ സംഭവസ്ഥലത്ത് തന്നെ മരിക്കുന്നു. ഈ 13 വയസ്സുകാരൻ അനിയൻ്റെയും ഒപ്പം തന്നെ ഫർസാന എന്ന പെൺകുട്ടിയുടെയും ഒക്കെ ശരീരത്തിൽ അതിക്രൂരമായ കൊലപാതകത്തിൻ്റെ അതിക്രൂരമായ ആക്രമണത്തിൻ്റെ മുറിപ്പാടുകളൊക്കെ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ പിതൃ സഹോദരൻ ലത്തീഫാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായ ആക്രമണത്തിനിരയായത് എന്നുള്ളതാണ്. ആ വീട്ടിലാകട്ടെ പിടിവലിയുടെയൊക്കെ ലക്ഷണങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്.